കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് 3 അടിപൊളി ഡ്രിങ്ക്സ് ആണ് ട്ടോ. 3ഉം കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ്. നല്ല തണുപ്പും നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 ഡ്രിങ്ക്സ്. നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതിലൊരെണ്ണം കഴിച്ചാൽ മതിയാവും. ഒന്ന് അവിൽ മിൽക്കിൻ്റെ ഒരു ഷേക്കാണ് ട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, അത്രയും സൂപ്പറാണ്. എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക്സിൽ ഒന്നാണ്. നിങ്ങൾക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വത്തക്ക വെച്ചിട്ടുള്ള ഒരു ഫലൂദ ഡ്രിങ്കാണ് കാണിക്കുന്നത്. അതുകൂടാതെ മാംഗോ സാഗോ ഡ്രിങ്ക്. മാംഗോയുടെ കൂടെ സാഗോ ചേർത്ത് കഴിഞ്ഞാൽ അറിയാലോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തേത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം അവിൽ മിൽക്കിൻ്റെ ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ അവിലൊന്ന് കുതിർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചുവന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ വെള്ളയാണ് കയ്യിലുള്ളതെങ്കിൽ അത് എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ അവിൽ നമുക്കൊരു 10 മിനിറ്റ് വരെ ഒന്ന് കുതിർത്തെടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും. അവിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് അടച്ച് വെക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ 2 ചെറിയ പഴം, പൂവമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോബസ്റ്റ പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 പൂവമ്പഴവും ഇതേപോലെ നമുക്ക് 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 വലിയ ഗ്ലാസ് ജ്യൂസാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ നിലക്കടലയാണ്. നിലക്കടലയും ഞാനൊരു അരമണിക്കൂർ വരെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഹോർലിക്സ് ആണ്. ഹോർലിക്സ് ഞാനൊരു 5 രൂപയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ ബോട്ടിലാണ് ഉള്ളതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പാൽക്കട്ടയാണ്. ഏകദേശം 1 കപ്പോളം പാല് ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കിയിട്ട് എടുത്തതാണിത്. ഇതും നമുക്ക് നമ്മുടെ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർക്കാം. ഒരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കുതിർത്ത് വെച്ച അവിൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ ചെറി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ടൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ കുറച്ച് അവിൽ വറുത്തതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ഞാൻ 1 ടീസ്പൂൺ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത അവിലാണ്. ഇങ്ങനെ വറുത്തെടുത്ത് ചേർക്കുന്ന സമയത്ത് അവിലിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യ് ചേർക്കാതെ വേണമെങ്കിലും വറുക്കാം. നെയ്യ് ചേർത്തിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും അവിലിന്. അങ്ങനെ വറുത്തെടുത്ത അവിലാണ് ഞാനിവിടെ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള 2 ഗ്ലാസ് നിറയെ ഉണ്ടാവും നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇഫ്താറിന് ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഇത് മാത്രമായിരിക്കും ഉണ്ടാക്കുന്നത്. അത്രയും ടേസ്റ്റിയാണ്. അടുത്തതായിട്ട് നമുക്ക് മാംഗോ സാഗോ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. ഇതും നല്ല ടേസ്റ്റിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഹെവിയാണ് കേട്ടോ. നമുക്ക് സ്നാക്സ് പോലും ആവശ്യമില്ല ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാംഗോ സാഗോ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ചവ്വരിക്ക് ധാരാളം വെള്ളം ആവശ്യമുണ്ട്, കാരണം ഒരു 10-20 മിനിറ്റ് ഇത് വെന്ത് വരണം. അപ്പോൾ 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് ചവ്വരിയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസ് ഡ്രിങ്ക്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, 2 വലിയ ഗ്ലാസ്സിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡ്രിങ്ക്സ് തയ്യാറാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചവ്വരി എടുക്കണം. അപ്പോൾ 2 വലിയ ഗ്ലാസ് ഡ്രിങ്ക്സിനുള്ള ചവ്വരിയാണ് ഈ 1/4 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. നല്ലപോലെ വെട്ടി തിളച്ച് വന്നാലും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 20 മിനിറ്റ് ഞാനിത് വേവിച്ചെടുക്കും. അതിന് ശേഷം നമുക്കത് ഊറ്റിയെടുത്താൽ മതി. അങ്ങനെ 20 മിനിറ്റ് നമ്മുടെ ചവ്വരി നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഞാനൊരു ബൗളിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു സ്ട്രെയിനറിലൂടെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് എടുത്ത് വെക്കുക. അതുപോലെ 2-3 പ്രാവശ്യം കഴുകി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം.
ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ പഴുത്ത ഒരു മാങ്ങയാണ്. അധികം നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ മാങ്ങ നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം പകുതി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് ഡ്രിങ്ക്സിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പകുതി കുറച്ച് നല്ല ഭംഗിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി പകുതി നമുക്ക് തേങ്ങാപ്പാലിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം പശുവിൻ പാലും എടുക്കാം. തേങ്ങാപ്പാലാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തേങ്ങാപ്പാലിലേക്ക് നമ്മുടെ ബാക്കിയുള്ള പകുതി മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ പകുതി മാങ്ങ തേങ്ങാപ്പാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതങ്ങ് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലൊരു ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യാം. ഞാനിവിടെ അഗാരോ ഹാൻഡ് ബ്ലെൻഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ജോലി തീരും. അപ്പോൾ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വരെ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കും ഉപയോഗിക്കാം. എന്നിട്ട് വീണ്ടും പഞ്ചസാരയും പാൽപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചവ്വരിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാംഗോ ഡ്രിങ്ക് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ലൂസായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചവരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്രിങ്ക്സ് റെഡിയായി. അപ്പോൾ മുകളിൽ ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാംഗോ പീസ് ഉണ്ടല്ലോ, അത് മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അത്രയും സൂപ്പറാണ്. ഇഫ്താറിന് എന്നല്ല, നമുക്ക് എല്ലാ സമയത്തും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണല്ലേ വത്തക്ക. അത് വെച്ചിട്ട് നമ്മൾ അത് വെറുതെ കഴിക്കാനാണെങ്കിലും ജ്യൂസാക്കിയിട്ടും ഫ്രൂട്ട് സാലഡിലിട്ടിട്ടും അങ്ങനെ പലതരത്തിൽ കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണല്ലേ. ഞാനിന്ന് വത്തക്ക വെച്ചിട്ട് ഒരു ഫലൂദ ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വത്തക്ക ഫലൂദ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 2 കപ്പിലധികം വത്തക്ക ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ വത്തക്ക നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുകയും വേണം. വത്തക്കയിൽ വെള്ളമൊക്കെ കുറച്ചൊന്ന് ഇങ്ങനെ ആയി കിട്ടുകയും വേണം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ധാരാളം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പാൽ ഐസാണ്. ഞാനിവിടെ ഏകദേശം 1 കപ്പ് പാൽ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് എടുത്തതാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച വത്തക്ക വെള്ളത്തിൽ നിന്നും കുറച്ച് ഒരു 2 തവി വരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരു 7 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 7 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ജ്യൂസ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വത്തക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ വത്തക്ക ഇതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വത്തക്ക വെള്ളം എന്ന് നമ്മൾ പറഞ്ഞിട്ട് കഴിക്കാറുണ്ടല്ലോ, അതുപോലെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീമൊക്കെ ചേർത്തിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിത് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2ൻ്റെയും മുകളിൽ നമുക്ക് ഓരോ സ്കൂപ്പ് വീതം വാനില ഐസ്ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. മുകളിൽ കുറച്ച് ചിയ സീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിയ സീഡ്സ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ്, പോപ്പി സീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. ചിയ സീഡ്സ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അങ്ങനെ നമ്മുടെ വത്തക്ക ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചൂട് സമയത്ത് കുടിച്ചാൽ നല്ലോണം വിശപ്പും മാറും, നല്ല രുചിയുമാണ്, തണുപ്പിന് പറ്റിയ ഡ്രിങ്കുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ. താങ്ക്